സ്വർണ്ണ വിലയിലും വെള്ളി വിലയിലും അതിൽ മാത്രം പറയണ്ട, നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ വലിയ രീതിയിൽ ഇടിവാണ് വന്നിട്ടുള്ളത്. നിഫ്റ്റി സെൻസെക്സ് ഒക്കെ 1.58 1.44 ഒക്കെ അമ്മക്കത്തെ ഇടിവാണ് ബജറ്റിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് നമ്മൾ നോക്കിയത്. ഇമ്പോർട്ട് ഡ്യൂട്ടി എങ്ങാനും കുറക്കോ കൂട്ടോ എന്നായിരുന്നു നോക്കിയത്. അത് പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. 6% നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ, ആ 6% തന്നെയാണുള്ളത്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും ബജറ്റിന് മുമ്പ് തന്നെ ഗോൾഡ് എമ്മാതിരി വികച്ചാറ്. ഇപ്പോൾ ആകെ മുകളിൽ നിന്ന് ഇപ്പോൾ 20% അടുത്ത് ഇപ്പോൾ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് വീണിട്ടുണ്ട്. എന്നാലും കര കയറി കുറേ വന്നു കേട്ടോ ഗോൾഡ്. സിൽവറൊക്കെ ലോവർ സർക്യൂട്ട് അടിച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. ഈ ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ താഴത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഫാർമേഴ്സ് മരുന്നുകളെ കുറിച്ചൊക്കെ ഫൈനാൻസ് മിനിസ്റ്റർ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, ഫാർമേഴ്സിനെ കുറിച്ച്. അപ്പോൾ അങ്ങനത്തെ മരുന്ന് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അങ്ങനെ ലാബ്, അതൊക്കെ കുറച്ച് മെച്ചപ്പെടുത്തി. ഒരു IT, ഇൻഫോസിസ്, പിന്നെ എന്താണ് അതാണിതൊക്കെ താഴേക്ക് പോയി. ഇൻഫോസിസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് പിടിച്ചു നിന്നു എന്നുള്ള. ബാക്കിയൊക്കെ വാൻ രീതിയിലുള്ള കൂപ്പ് കുത്തലാണ് ഉണ്ടത്. ഇറാൻ ടാക്സ് അവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഇറാൻ അല്ലാതെ ശ്രമിക്കുന്നു എന്ന് അമേരിക്ക പറഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു ബിഗ് ഷിപ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. കപ്പലുകളുമായി അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ ഉണ്ട്, കണ്ടില്ല എന്ന് പറയുന്നത്. എന്താണ് അവരുടെ പ്ലാന്? അമേരിക്ക പ്ലാൻ ഇട്ടുണ്ടാവും. അലീസിനോട് പോലും ഞങ്ങളത് പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്, റീജിയൻ അലീസിനോട്. അതേപോലെ തന്നെ റീജിയണൽ വാറായിട്ട് മാറും അറ്റാക്ക് ചെയ്താൽ എന്നാണ് ഇപ്പോൾ ഖമേനി പറഞ്ഞിട്ടുള്ളത്. ടോക്സും ത്രെട്ടും ഒപ്പം നടക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ടോക്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാണ്. ഷട്ട് ഡൗണും ട്രംപിൻ്റെ മാറ്റങ്ങളും സംസാരത്തിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ താരിഫ് ത്രെട്ടുകളൊക്കെയാണ് ഗോൾഡ് ഉയരാനുള്ള ഫാക്ടേഴ്സ്. ബാക്കി ഗോൾഡ് പ്രഷറിലാണ് എന്നുള്ളതാണ്. എന്തായാലും ഗോൾഡ് ഇനിയും ഈ ഇടിച്ചിൽ നിന്നും കുതിച്ചുയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിൽ സാധ്യത കൽപ്പിക്കുന്നത്. 1,17,760 ഇപ്പോൾ ഉള്ളത്. നാളെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇത് മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ പിന്നെ അതിൻ്റെ പ്രതിധ്വനി സാറ്റർഡേ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫ്യൂച്ചേഴ്സിൻ്റെതൊക്കെ പരിഗണിച്ച് ഇവരെന്തെങ്കിലും ചെയ്താലായി എന്നല്ലാതെ മറ്റുള്ള ഫാക്ടേഴ്സ് ദാറ്റ് സെൻസിൽ ഗോൾഡ് ഇപ്പോഴും ഡൗൺവാർഡ് ഡിറക്ഷനിലാണ്. നല്ല രീതിയിൽ സംഖ്യ വീണ്ടും കുറഞ്ഞേക്കാവുന്ന സെൻസാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ചൈന രാവിലെ നീക്കുമ്പോൾ ഏഷ്യൻ മാർക്കറ്റ് രാവിലെ, ചൈനീസ് മാർക്കറ്റൊക്കെ ഓപ്പൺ ആയി തുടങ്ങും രാവിലെ തന്നെ, പുലർച്ചെ തന്നെ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ വലിയ രീതിയിൽ US മാർക്കറ്റുകളിലൊക്കെയാണ് ആ ഇടിച്ചിൽ ബമ്പൻ രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ എന്ത് ചെയ്യുമെന്നുള്ളത് നമ്മൾ കാണും. ഈവൻ ഫോൾ ചെയ്ത് തുടങ്ങിയ ആ ദിവസവും പോലും ചൈന അന്നും പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങും പോസിറ്റീവിലേക്ക് കയറ്റാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ചൈന എന്ത് തീരുമാനിക്കുന്നു, ചൈനീസ് മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ എന്തായിരിക്കും അവർ തുറക്കുമ്പോൾ കാണുക എന്നുള്ള. ചൈന ഇപ്പോൾ ഇല്ല, മറ്റേ മമ്മൂട്ടി ചെയ്ത സിനിമ ഉണ്ടല്ലോ, പുതിയ സിനിമയിൽ എന്താ പഴത്തെ ചത്ത പച്ചയ്ക്ക് അറിയില്ല, അതിൽ പറയുന്നത് ഞാനിന്ന് ഇങ്ങോട്ട് മാറി നിന്നപ്പോൾ ഉച്ചക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. നിങ്ങളൊക്കെ എന്തോ കോമഡി സീനായിട്ടുണ്ടല്ലോ. അതേപോലെ ചൈനക്കാർ വരുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഗോൾഡ് പോയി ഒരുപാട് ഉയർച്ചയിൽ തന്നെയാണ് വീണ് കിടക്കുന്നതാണെങ്കിൽ കൂടിയും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുതിച്ചു വരാൻ തന്നെയാണ് സാധ്യത ഇന്ത്യയിൽ കൽപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഇറാൻ്റെ കാര്യത്തിലും റഷ്യയുടെ കാര്യത്തിലും മറ്റുള്ള എല്ലാ വിഷയങ്ങളിലൊക്കെ റഷ്യ 1-ാം തീയതി ശേഷം അറ്റാക്ക് തുടങ്ങും എന്നുള്ളതാണ്. പിന്നെ വേറെ ചില ആക്രമണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും. എനർജിയെ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കിയുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യ ഇറാൻ്റെ കാര്യത്തിൽ എന്താണ് അമേരിക്ക എടുത്ത പ്ലാൻ എന്നുള്ളതാണ്. എന്തായാലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കപ്പലിന് ഭീഷണിയുള്ള ഒരു വലിയൊരു ഫാക്ടറാണുള്ളത്. അപ്പോൾ ഒരു കപ്പൽ മിസ്സാക്കാൻ അമേരിക്ക തയ്യാറാവുകയാണെങ്കിൽ അമേരിക്ക അറ്റാക്ക് ചെയ്യും. പിന്നെ റീജിയനിലുള്ള മറ്റുള്ള അവരുടെ ബിസിനസ്സുകളൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ അവരുടെ റീജിയണൽ പ്രഷറുകൾ ഉണ്ടാവും. അവരുടെ ലാൻഡും വാട്ടറും ലാൻഡും എയറും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കപ്പലിൽ തന്നെ അറ്റാക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ദ്യോഗ കാർഷിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് 800 ബേസുകളുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരേണ്ടി വരും. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ വേറെ ടൈപ്പ് ഓഫ് അറ്റാക്കുകൾ സെലക്റ്റീവായിട്ടുള്ള ഇൻഫിൽട്രേറ്റ് ചെയ്ത് സ്പെസിഫിക് പോയിന്റ്, സ്പെസിഫിക് പേഴ്സണൽ ഓർ മിലിറ്ററി ടാർഗറ്റുകൾ ഒക്കെ ചെയ്യുക എന്നുള്ള. എനി സിമ്പിൾ അറ്റാക്ക് വിൽ ബി പണിഷ്ഡ് വിത്ത് അൺലിമിറ്റഡ് അറ്റാക്ക് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഇറാൻ പറഞ്ഞത്. അതൊന്നല്ല കേട്ടോ, ഞാൻ വാക്ക് മാറിപ്പോയി. അവർ ചെറിയ അറ്റാക്ക് ചെയ്താലും അതൊരു വാറായി പരിഗണിച്ച് വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുമെന്നാണ് അവരുടെ ഒരു എന്തായാലും ആ ഒരു സെൻസിലാണ് അവർ കിടക്കുന്നത്. കാരണം അവരുടെ എൻഡാവുന്ന അവർക്കറിയാം. അതുകൊണ്ട് ഓൾറെഡി പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അതിനെ കുറേ ആൾക്കാർ പിടിച്ച് ഇനി അതിൻ്റെ പ്രഷറും ഒക്കെ ഉണ്ടാവും. പ്രൊട്ടസ്റ്റ് തന്നെ വലിയ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ അമേരിക്കൻ്റെ ഇസ്രായേലിൻ്റെ ആഗ്രഹങ്ങൾ നടക്കും. പക്ഷേ അപ്പോൾ അതിനാണ് അവർ വധശിക്ഷ നടത്തി കഴിഞ്ഞാൽ
അറ്റാക്ക് ചെയ്യുമെന്നുള്ളൊരു ത്രെട്ട് കിടക്കുന്നത്. കാരണം ഈ ഔട്ട്സൈഡ് എനിമിനേക്കാളും ഇൻസൈഡിലുള്ള പ്രൊട്ടസ്റ്റ് ആയിരിക്കും വലിയ പ്രശ്നം വരിക. കാരണം അത് ലക്ഷങ്ങളൊക്കെ കണ്ട് പാഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഓരോ അധികാര കേന്ദ്രങ്ങളിലേക്ക്. അപ്പോൾ അതാണ് ഇതിലുള്ള ഒരു പ്രഷർ, ഒരു ടൈപ്പ് ഓഫ് ഡിറ്ററൻസ് അല്ലെങ്കിൽ എന്താ ഒരു ത്രെട്ടാക്കിയിട്ടാണ് ഈ കപ്പലിനെ ഉപയോഗിക്കുന്നത്. കാരണം കപ്പലൊന്നും ഇപ്പോഴത്തെ കാലത്ത് എന്താ ഒരു കാര്യമില്ല. അതായത് ഒരു ചെറിയ സാധനം കേട്ടോ, ഇലക്ട്രോണിക് വാർഫെയർ ഡിഫൻസും അല്ലെങ്കിൽ ആൻറ്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉണ്ടാവും. ബട്ട് വൺ ഓഫ് ദം വരുന്ന മിസൈലുകൾ ഏതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. ഈവൻ ബേസൊക്കെ പ്രൊട്ടക്റ്റീവ് ആണെന്ന് പറഞ്ഞെങ്കിലും അത് വിഷ്വമായി മാറും. ഓക്കെ, ഈ ഒരു റൺവേയിൽ ചെറിയൊരു തരി ഉണ്ടായാൽ മതി, വിമാനം പോലും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. എന്തായാലും ഇപ്പോൾ ഉള്ളത്ര ഞാൻ പറഞ്ഞോ, 1,17,000 സമയം കഴിഞ്ഞു. 1,17,760.